കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം 2018 മോഡൽ സിയാസാണ്, മാരുതിയുടെ സിയാസ്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 18 5-ാം മാസം പുറത്തേക്കുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ID വാല്യൂ നിലവിൽ 4 ലക്ഷം രൂപ ID വാല്യൂ നിൽക്കുന്നുണ്ട്. ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വാഹനമാണ്. നമുക്ക് ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് മാരുതിയുടെ സിയാസാണ്. സിയാസ് ഇത് 2018 മോഡൽ സിയാസ്. വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. നിസ്സാര കിലോമീറ്റർ, വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇടയായിട്ട് വളരെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ നമ്മുടെ ചാനൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 18 മാനുഫാക്ചറും രജിസ്ട്രേഷനും വന്നേക്കണ വണ്ടിയാണ്. സിയാസിൻ്റെ ഡെൽറ്റ ഓപ്ഷനാണ്, മാനുവലാണ് വന്നേക്കണേ. KL 32 രജിസ്ട്രേഷൻ വന്നത്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ്. ഫുൾ കവർ ഇൻഷുറൻസും അതേപോലെ തന്നെ ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന വാഹനമാണ്. CC നോക്കുകയാണെങ്കിൽ 1400 CC ആണ് ഈ വാഹനം ഇപ്പോൾ വന്നേക്കണം. അല്ല, അതേപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതേപോലെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കിക്കാം. ഇതാണ് വാഹനം. നമുക്കിതിൻ്റെ ടോപ്പ് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സിയാസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീലാർസും അതേപോലെ ടയർ കണ്ടീഷനും നോക്കിക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. അതേപോലെ ഇനി ബോണറ്റിലേക്ക് പോയേക്കാം. ബോണറ്റായാലും നീറ്റായിട്ട് ഇങ്ങനെ ബോണറ്റ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ഇവിടെ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സായാലും നല്ല നീറ്റായിട്ട് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. ഹെഡ് ലാംപ്സ് നോക്കാം. അതേപോലെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ വീലാർസ് നീറ്റായിട്ട് ഇരിക്കും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറ് നോക്കാം. 2 ഡോറായാലും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. പെട്രോൾ ഓപ്ഷനാണ്. അതിൻ്റെ ഒരു ബാഡ്ജ് നമുക്കിവിടെ കാണാം. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഡീഫോക്കേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലോവർ പോർഷനിലൊക്കെ വരുമ്പോൾ സിയാസിൻ്റെ ബാഡ്ജിങ് കാണാം. ലിഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. 4 പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഇവിടെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നോക്കണമെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. കിലോമീറ്റേഴ്സാണ് അടുത്ത ഹൈലൈറ്റ്. വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഡോർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയർ സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാം. റൂഫിലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലൊക്കെയാണ് വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം അതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറും ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിയൽ AC വെൻ്റ് വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. മിഡിൽ നമുക്കൊരു ആംബസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു സിയാസിനൊപ്പം കിട്ടുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം അതേപോലെ ടയർ കണ്ടീഷനിങ് ടയറില്ല ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ തന്നെയാണ് ബൂട്ടിൻ്റെ സ്വിച്ച് വന്നത്. ഓക്കെ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിയാസിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. പെട്രോൾ എൻജിൻ വന്നേക്കണേ. വളരെ നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു പെട്രോൾ എൻജിൻ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എൻജിൻ പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ എഡ്ജസ് നോക്കാം. പേസ്റ്റിംഗ് ഒക്കെ നീറ്റായിട്ട് ഇങ്ങനെ പേസ്റ്റിംഗ് നമുക്കിവിടെ കാണാം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് പോയാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് ചെക്ക് ചെയ്തേക്കാം.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ് കേട്ടോ. അല്ല, ലക്ഷൂറിയസ് ബൂട്ട് സ്പേസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ലിഡൊക്കെ ഒന്ന് നോക്കിയാൽ ലിഡായാലും അല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അതേപോലെ നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നീറ്റായിട്ട് ഇങ്ങനെ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ സ്പെയർ വീലിലേക്ക് നടക്കാം. റോഡ് ടച്ച് ചെയ്യാത്ത സ്പെയർ വീലും അതേപോലെ ആ ഒരു സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിയാസ് കണ്ടു കഴിഞ്ഞു. സിയാസ് നിങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി അധികം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സിയാസ് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വാഹനമാണ്. 2018 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. പെട്രോളാണ് അവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളിലേക്ക് ഡെയിലി ഞാൻ വീഡിയോസൊക്കെ വരുന്നതാണ്. 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ചാനലിനകത്തും ആ ഒരു സംഭവം വരില്ല. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാൻ നമ്മളതേക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 7.65 lakhs, 7,65,000 ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഷോറൂമിലേക്ക് വിളിക്കാം, എന്നെ വിളിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം, വാഹനം സ്വന്തമാക്കാം. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.